ഒരു സെക്യാട്രിസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് അവന്റെ മാനസികാവസ്ഥ ചന്ദ്രനെ വെച്ച് പറയാൻ സാധിക്കും. ചന്ദ്ര ശനി ബന്ധം ഒരു ജാതകത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവന് വൃത്തിയ കൈ എഴുകൽ കൂടുതലായിരിക്കും. വെറുതെ ചിരിപ്പിക്കരുത്. അതിന് അവനെ ഇന്റർവ്യൂ ചെയ്യണ്ട, നേരെ അങ്ങോട്ട് ചോദിക്കാം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യ കക്കൂസിൽ പോയിട്ട് എന്നെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഭർത്താവ് പറഞ്ഞു അറിയാൻ പാടില്ലാന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ആദ്യം എന്നിട്ട് ചെയ്യണ കക്കൂസിൽ ചുമര് കഴുകും, ചുമര്. അത് കഴിഞ്ഞിട്ട് ഇരിക്കുള്ളൂ അവിടെ, അത്രമാത്രം. എന്നിട്ടൊന്ന് കുളിച്ചിട്ടേ വരുള്ളൂ. ഗ്രീക്ക് പദങ്ങളുടെ തർജ്ജമയാണ് അതൊക്കെ സമയത്ത് നിങ്ങൾ അയാളുടെ വിദ്യാഭ്യാസം, സാമ്പത്തികാവസ്ഥ, ആരോഗ്യം, മരണം എഴുതുമോ? മരണത്തെ കുറിച്ച് എഴുതും. അത് ഞാനൊരു വലിയ സംഭവം അല്ലേ? പ്രദേശത്ത് ഒരു പ്രളയം ബാധിക്കുന്നു, ഒരു സുനാമി അടിക്കുന്നു, ഈ ഭൂമി കുലുക്കുണ്ടാവുന്നു. ഈ എല്ലാവരുടെയും ജാതകം ഒരുപോലെ ആയിരുന്നിരിക്കും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ ഗർഭിണിയെ കണ്ടിട്ട് ആ ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ജാതകം എഴുതി കൊടുത്ത ജ്യോത്സ്യന്മാർ കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി, ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചതിന് മറുപടി, ചോദിച്ചതിന് മറുപടി ചോദിച്ചതിന് അതല്ല ഉദ്ദേശം. അതായത് പാക്കക്കുറി നമ്പർ കണ്ടുപിടിക്കാനുള്ള, നമ്പർ നോക്കി കണ്ടുപിടിക്കാനുള്ള പരിപാടി ജ്യോത്സ്യന്മാരുടെ ജോലി അല്ലത്. വേൾഡ് കപ്പ് വേൾഡ് കപ്പ് അതിന് നിർത്തി അവമാനിക്കുവാണെന്ന് ഞാൻ വേൾഡ് കപ്പ് പോലുള്ളത് പ്രവചിക്കാൻ പറ്റും. ശശിയെ എന്നാണ് ഈ പറയുന്നത്? UDF അധികാരത്തിൽ വരുമെന്നും 100 സീറ്റുകൾക്ക് അപ്പുറത്ത് പോകുമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടുന്നു പ്രവചിച്ച ആളാണ് ഞാൻ. ശരി, അത് വി.ഡി. സതീശനും പ്രവചിച്ചിരുന്നു. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്ത് ഉയരുന്നില്ല എന്ന് ഞാൻ പറയും. ഈ ജ്യോതിഷം പൗരാണിക മനഃശാസ്ത്രമാണെന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞിട്ടുണ്ടോ? പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. യുങ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ശാസ്ത്രീയമായ ഒരുപാട് ധാരണകൾ യുങ്ങും ഫ്രോയിഡും അക്കാലത്ത് സ്വീകരിച്ചിരുന്നു. അത് പിന്നീട് മോഡേൺ ന്യൂറോൺ സയൻസ് തള്ളിക്കളഞ്ഞു. ഒരു മണ്ടത്തരം നിങ്ങൾക്ക് ഇംഗ്ലീഷിലും പറയാം, അറബിയിലും പറയാം, മലയാളത്തിലും സംസ്കൃതത്തിലും പറയാം. നിങ്ങൾ ആകാശത്ത് ചുറ്റിക്കറങ്ങണ്ട, ഭൂമിയിലേക്ക്. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് കൂട്ടിയാലും ഞാൻ നിന്നെ താഴെ ഇറക്കും. കുഞ്ഞിന്റെ ജന്മം തൊട്ട് മരണാനന്ത ക്രിയകൾ വരെ ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതത്തെയും ചൂഷണം ചെയ്യാനുള്ള ഒരു രേഖയാണ് ഇവരെഴുതി കൊടുക്കുന്ന ജാതകം. സത്യം ഒന്നേ ഉള്ളൂ, അത് ജയിക്കും, അതേ ജയിക്കൂ. എന്റെ അടുത്ത് കൊണ്ടുവന്നൊരു കുട്ടി, അപ്പോ അവിടെ നിന്ന് ഞാൻ ആ കുട്ടിയുടെ ഗ്രഹനില നോക്കിയപ്പോ രക്തത്തിന്റെ കാരകനായിരിക്കുന്ന ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുക. ഞാൻ പറഞ്ഞു ഇവനൊരു ബാധയുമല്ല. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഇവന്റെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് ഇവൻ വെട്ടി വീഴുന്നതെന്ന് പറഞ്ഞു. അവർ അമൃതായി കൊണ്ട് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അസുഖം തന്നെയായിരുന്നു. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. പറയുന്നുണ്ടല്ലോ 7 ചൊവ്വ 8 ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വ ദോഷം. എന്താ ഈ 7 ചൊവ്വ 8 ചൊവ്വ എന്ന് പറഞ്ഞാല്? വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഉദയരാശിയിൽ നിന്നും 7 ഭാവങ്ങൾ ഇങ്ങോട്ട് വെക്കും, 7 രാശികൾ ഇങ്ങോട്ട് കണക്ക് കൂട്ടും. അപ്പൊ 7ാമത്തെ രാശി അസ്തമിച്ചിട്ടുണ്ടാവും. ഇവർ ഈ പറയുന്ന 7ലും 8ലും നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുന്നത് ആ സമയത്ത് അസ്തമിച്ചിട്ടുണ്ടാവും. പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ബിസിനസ്സിലെ തടസ്സം, വിവാഹത്തിലെ തടസ്സം, വിസയിലെ തടസ്സം, ടിക്കറ്റിലെ തടസ്സം, ഇതൊക്കെ മാറ്റിക്കൊടുക്കാൻ മരുന്നും മന്ത്രവും ഏലസും ഉറുക്കും കെട്ടിക്കൊടുക്കുന്ന ഉസ്താദുമാർ ഒരു ഭാഗം. ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് ഇമേജ് കംപ്ലീറ്റ് പോയി. ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യം. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.